ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ടോക്സ് വിത്ത് ഗോപിക. ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ലെസൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, പല പല സിറ്റുവേഷൻസിൽ ഒറ്റ യൂസേജ് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളത് നമുക്കിന്ന് പഠിക്കാം. ഓക്കെ, നമ്മുടെ യൂസേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബീൻ. നമ്മുടെ യൂസേജ് ആണ് ഇറ്റ്സ് ബീൻ എന്നുള്ളത്. ഈ ഇറ്റ്സ് ബീൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പല പല സിറ്റുവേഷൻസിൽ നമുക്ക് ആൻസർ ചെയ്യാം. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് യൂസേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബീൻ എ ലോങ് ഡേ എന്നുള്ളതാണ്. ഇറ്റ്സ് ബീൻ എ ലോങ് ഡേ. ഇറ്റ്സ് ബീൻ എ ലോങ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഫുൾ ഡേ ഇരുന്ന് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഫുൾ ഡേ ഇരുന്ന് നിങ്ങൾ വർക്ക് ചെയ്യുകയാണ്, നിങ്ങൾ ഭയങ്കര ടയേർഡാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ് ഇറ്റ്സ് ബീൻ എ ലോങ് ഡേ. ഓക്കെ, അതായത് അതിൻ്റെ അർത്ഥം വരുന്നത് നിങ്ങളിപ്പോൾ ടയേർഡാണ്, നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ്സ് ബീൻ എ ലോങ് ഡേ എന്നുള്ളത്. ഓക്കെ, ഇറ്റ്സ് ബീൻ എ ലോങ് ഡേ, ഐ എം വെരി ടയർഡ് നൗ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം. ഇതാണ് ഇറ്റ്സ് ബീൻ എന്നുള്ളതിന്റെ ഫസ്റ്റ് യൂസേജ്. അടുത്ത യൂസേജ് ആണ് ഇറ്റ്സ് ബീൻ എ വൈൽ എന്നുള്ളത്. ഇറ്റ്സ് ബീൻ എ വൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ്, നമ്മൾ കണ്ടിട്ട് കുറേ ആയല്ലേ എന്നുള്ള ഒരു രീതിയിലുള്ള സെന്റൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഇറ്റ്സ് ബീൻ എ വൈൽ. ഓക്കെ, നിങ്ങൾ കുറേ ആയില്ലേ ഇപ്പം നമ്മൾ കണ്ടിട്ട് പറയുമ്പോൾ ഇറ്റ്സ് ബീൻ എ വൈൽ, അതായത് കുറച്ചായി നമ്മൾ കണ്ടിട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അതിന് ആൻസർ ചെയ്യാം, ഇറ്റ്സ് ബീൻ എ വൈൽ എന്നുള്ളത്. അതുപോലെ തന്നെ ഇറ്റ്സ് ബീൻ 3 years അല്ലെങ്കിൽ ഇറ്റ്സ് ബീൻ 4 years, നമുക്കൊരു വർഷം വെച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് നിങ്ങളിപ്പോൾ എത്ര വർഷമായി ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇറ്റ്സ് ബീൻ 3 years അല്ലെങ്കിൽ ഇറ്റ്സ് ബീൻ 4 years എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് പറയാം. ഓക്കെ, ജസ്റ്റ് ഒരു 3 years 4 years എന്ന് പറയുന്നതിന് പകരം ഇറ്റ്സ് ബീൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊന്നുകൂടി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇംഗ്ലീഷ് യൂസേജ് ആണ്. ഓക്കെ, ഇതാണ് അടുത്ത യൂസേജ് എന്ന് പറയുന്നത്. അടുത്തൊരു യൂസേജ് ആണ് ഇറ്റ്സ് ബീൻ റഫ് ലേറ്റ്ലി എന്നുള്ളത്. ഇറ്റ്സ് ബീൻ റഫ് ലേറ്റ്ലി, അതായത് ഇപ്പോൾ കുറച്ചിടെയായിട്ട് ഈ ഒരു ഇടയായിട്ട് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്, കുറച്ച് സ്ട്രഗിളിലാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യണം. ഒരാൾ നിങ്ങൾ ചോദിക്കുകയാണ് എന്ത് പറ്റി എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഇറ്റ്സ് ബീൻ റഫ് ലേറ്റ്ലി, ഈ ഇടയായിട്ട് കുറച്ച് സ്ട്രഗിളിലാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആൻസർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ അത് പറയാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസേജ് ആണ് ഇറ്റ്സ് ബീൻ റഫ് ലേറ്റ്ലി എന്നുള്ളത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരാൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ടൂർ പോയി അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് നൈസ് അല്ലെങ്കിൽ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് പറയാം, ഇറ്റ്സ് ബീൻ എ ഗുഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇറ്റ്സ് ബീൻ എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇറ്റ്സ് ബീൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ലെറ്റ്സ് ഫൈൻഡ് അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.